മുത്തശ്ശി വിടും മുത്തശ്ശി. എന്തിനമ്മ ഇങ്ങനെ അടിക്കുന്നേ? ഇവിടെ കൊല്ലാതിരിക്കാനാ ഞാനൊരു അടിയോടെ നിർത്തിയത്. മുത്തശ്ശി എന്ത് പറഞ്ഞാലും ശരി, സത്യം തന്നെ ജയിക്കും. എന്തിനടി ഇവരുടെ കയ്യിൽ നിന്നൊക്കെ നീ ഇങ്ങനെ അടി വാങ്ങുന്നത്? നിന്റെ മരണത്തെ ഇങ്ങനെ വിളിച്ചു വരുത്തുന്നത് എന്തിനാ? വല്യമ്മേ, എന്റെ കല്യാണ ദിവസം തന്നെ ഞാൻ മരിക്കേണ്ടവളാ. എന്നാ വല്യമ്മ എന്നെ രക്ഷിച്ചു. ഞാനിപ്പോ ജീവനോടെയുണ്ട്. ഏതൊരു പെണ്ണിനോടും അന്യായം കാണിക്കാൻ മുതിരുന്ന ഓരോരുത്തർക്കും മരണവേദന തന്നെ ഞാൻ കൊടുക്കും. എന്താടി ഇത്? നീ മിണ്ടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് ശിവാനി. നിന്റെ ചേച്ചിയുടെ ഭർത്താവ് പ്രദീപിനെ സംശയിച്ച് നീ മരണം മുന്നിൽ കണ്ടു വന്നിരിക്കുക. മറന്നുപോയോ? എന്റെ ചേച്ചി ഇപ്പോഴും എന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. ഭീഷണിപ്പെടുത്തി കല്യാണം കഴിപ്പിച്ചതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ ഇഷ്ടമല്ല, മരിക്കണമെന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഇപ്പോഴും എന്റെ കാതിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഗായത്രി ജീവിക്കാൻ ധൈര്യമില്ലാതെ മരിച്ചതാണ് മോളെ. അങ്ങനെയല്ല, ചേച്ചി ആത്മഹത്യ ചെയ്തതല്ല, ചേച്ചിയെ കൊന്നതാ. ആ പ്രദീപ് അവളെ കൊന്നത്. നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാടി മരുമകനെ അവൻ ഇവൻ എന്തൊക്കെ വിളിക്കുന്നത്? അവനെ ഇപ്പോഴും മരുമകൻ എന്ന് വിളിക്കുന്നോ? എന്റെ മുഖത്ത് നോക്കി നീ തുപ്പുന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ... ശിവാനി മുത്തശ്ശിയെ നോക്കി തുപ്പിയതല്ല, എന്ന് ദേഷ്യത്തിൽ ചെയ്തു പോകാം. ശിവാനി, ഞാൻ തൊഴുത് പറയാ, ദയവ് ചെയ്ത് നീ പിടിവാശി പിടിക്കരുത്. നിന്റെ ജീവിതം എങ്ങനെയെങ്കിലും നന്നാക്കാൻ നോക്ക്. ഞങ്ങൾക്ക് ബാക്കിയുള്ള ഒരേ ഒരു പെൺകുട്ടി നീ മാത്രമാ. അതെ മോളെ, മറ്റുള്ളവരെ സംശയിച്ച് നീ നിന്റെ ജീവിതം പാഴാക്കരുത് മോളെ. അച്ഛാ, അച്ഛന്റെ ഈ നിഷ്കളങ്കതയെ, അച്ഛന്റെ നല്ല സ്വഭാവത്തെ വല്യച്ഛൻ ദുരുപയോഗപ്പെടുത്തുക. അച്ഛന് ചിലപ്പോ ധൈര്യം ഇല്ലായിരിക്കും, പക്ഷെ എനിക്കുണ്ട്. എന്നെക്കാളും നിങ്ങൾക്കാണ് കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളത്. അച്ഛന്റെ സ്വത്തുക്കൾ വാങ്ങി ഈ കുടുംബം വിട്ടു വരികയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും. സബാഷ്. 2 പെൺകുട്ടികളുടെ അച്ഛനാണ് എന്റെ അനിയൻ. അതിൽ ഒരു പെണ്ണ് മരിച്ചുപോയി. അടുത്ത പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചയച്ച് രാമനാമം ജപിച്ച് ശിഷ്ടകാലം അവൻ എന്നോടൊപ്പം കഴിയുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ സത്യം പറയാമല്ലോ ഗോവിന്ദരാജെ, ഈ നാട്ടുകാര് പറയുന്നത് പോലെ ഒരു പെൺകുട്ടിയല്ല, ഒരു പുലിക്കുട്ടിയെയാ നീ വളർത്തിയത്. പോ, മുത്തശ്ശന്റെ സ്വത്തും വാങ്ങി ഈ നാടിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഒരു കുടിലും കെട്ടി അവിടെ കഴിഞ്ഞോ? എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നേ? ന്യായപ്രകാരം ഇവർക്കും പകുതി സ്വത്ത് കൊടുക്കണ്ടേ? അതെങ്ങനെയാടാ വീരരാജു? എന്റെ മൂത്ത കൊച്ചുമകൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഇതൊക്കെ. അവൻ ഒരുപാട് ബിസിനസ് ഒക്കെ ചെയ്ത് കോടിക്കണക്കിന് കാശൻ സമ്പാദിച്ച്, എന്നിട്ട് ഒന്നും അറിയാതെ ഒരു പെണ്ണ് വന്ന് അതിന് സ്വത്ത് ചോദിച്ചാൽ അങ്ങനെ അങ്ങ് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഞാൻ നിങ്ങളോട് എല്ലാവരോടും അപേക്ഷിക്കുക. ശിവാനി അറിവില്ലായ്മ കൊണ്ട് എന്തോ പറഞ്ഞു. ഇന്നല്ലെങ്കിൽ നാളെ ഇവളുടെ മനസ്സ് മാറുമ്പോ ഇവള് ഗൗതമിന്റെ വീട്ടിലേക്ക് ചെന്ന് ജീവിതം തുടങ്ങും. കഷ്ടപ്പാടുണ്ടായാലും ഇല്ലെങ്കിലും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് കൂട്ടുകുടുംബമായിട്ടാ ജീവിക്കുന്നേ. ഈ പ്രശ്നങ്ങളൊന്നും വേണ്ട, സ്വത്തൊന്നും ഭാഗിക്കണ്ട. ദേ നോക്ക് ഗോവിന്ദൻ, നിങ്ങളോടും കൂടെ പറയുന്നേ. എനിക്ക് അങ്ങനെയുള്ള ഉദ്ദേശം ഒന്നുമില്ല ചേച്ചി. ശിവാനി, ദയവ് ചെയ്ത് വലിയ വലിയ കാര്യങ്ങളൊന്നും സംസാരിക്കണ്ട. എല്ലാവരും ഒരുമിച്ച് തന്നെയാ നിൽക്കേണ്ടത്. ഒന്നായിരിക്കേണ്ടവർ എപ്പോഴും ഒരുമിച്ചുണ്ടാകും. എന്നാ നാട്ടുകാരുടെ മുന്നിൽ വലിയ മനുഷ്യനാണെന്ന് കാണിച്ച്, എന്നാൽ അന്യായം മനസ്സിൽ കൊണ്ടു നടക്കുന്ന മനുഷ്യരൊക്കെ തീർച്ചയായും ജയിലിലേക്ക് പോകും. അപ്പോ നിങ്ങൾ കൂട്ടുകുടുംബമായിട്ട് ഇരിക്കണമെന്ന് വിചാരിക്കുന്നത് ഒന്നും നിയമം അനുവദിക്കില്ല.
എത്ര പ്രാർത്ഥിച്ചാലും ശരി, എന്റെ അച്ഛനെ പോലെ ക്ഷമയും കാണില്ല, എന്നെ പോലെ ദയയും കാണിക്കില്ല. ആ ദിവസം ഉറപ്പായും വരും. അപ്പോ അന്യായം കാണിച്ചവർക്കെല്ലാം തീർച്ചയായും ശിക്ഷ ലഭിച്ചിരിക്കും. മതി നിന്റെ നാടകം നിർത്തടി. തെരുവിൽ നടക്കുന്ന ഏതോ ഒരുത്തിയെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ കൊച്ചുമകൻ ചതിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾ എന്താ ഒന്നും അറിയാത്ത മണ്ടന്മാരാണെന്ന് കരുതിയോ നീ? ഇത് വെറും ഒരു കഥയല്ല മുത്തശ്ശി. സത്യാവസ്ഥ തെളിയുന്ന ഒരു ദിവസം ഉടനെ തന്നെ വരാൻ പോവുക. ഹായ് ലക്ഷ്മി. അയ്യോ, കണ്ടപ്പോ എന്നെ മനസ്സിലായല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അത് നമ്മുടെ വിവാഹം വേണ്ടാന്ന് വെച്ചിട്ട് പോയതിനു ശേഷം എന്നെ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടാല് ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യില്ലെന്നാ ഞാൻ കരുതിയത്. പെണ്ണുങ്ങളെല്ലാം പെട്ടെന്ന് മറക്കില്ലേ? അത് നിങ്ങളുടെ തോന്നൽ മാത്രം. ഞാനൊന്നും മറക്കാറില്ല. ഒരേ സ്കൂളിൽ ജോലി ചെയ്യുന്നവര് എങ്ങനെയാ മറക്കുന്നത്? ഗൗതമളിയൻ എന്നാണോ ഞാനും ലക്ഷ്മിയായിട്ടുള്ള കല്യാണം മാറ്റിവെച്ചത്, അന്നു മുതൽ ഇവൻ ഇടയിൽ കയറി വരാൻ തുടങ്ങിയതാ. ഇവൻ ഈ കാറ് കൊണ്ടൊരു തട്ടുകൊടുത്താൽ മാത്രമേ ഇവൻ പഠിക്കൂ. തനിക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ല, ഒന്നും പറ്റില്ല. എന്താടാ, നീ ഇതുവരെ ലക്ഷ്മിയെ മറന്നില്ലേ? കുറെ നേരമായാലോ കൈ പിടിച്ചോണ്ട് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഒരാള് നിന്റെ കയ്യിൽ കയറി പിടിച്ചിട്ടും നീ എന്താ മിണ്ടാതിരിക്കുന്ന ലക്ഷ്മി? അതല്ല ചേട്ടാ, കാറെങ്ങാനും എന്നെ തട്ടൂന്ന് വിചാരിച്ച് ശശികുമാർ സാറ് എന്റെ കൈ പിടിച്ച് വലിച്ചതാ. നടു റോഡിൽ വെച്ച് ഇവന്റെ ഡ്രസ്സ് അഴിപ്പിച്ച് പണിഷ്മെന്റ് കൊടുത്തിട്ടും ഇവൻ ഇപ്പോഴും എന്നോട് ബഹുമാനമുണ്ടെന്നാ തോന്നുന്നത്. സാറിന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. സാർ, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നില്ല. അതുകൊണ്ട് എന്നോട് മര്യാദയ്ക്ക് സംസാരിക്കണം. നിങ്ങൾ പൊയ്ക്കോളൂ. ചേട്ടാ, വിട്ടേക്ക് ചേട്ടാ. സാറിന്റെ വഴിക്ക് പൊക്കോളൂ. പിന്നെന്തിനവൻ ഈ വഴിക്ക് തന്നെ വന്നത്? നീ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഇതിന് നീ ഉത്തരം പറയും ലക്ഷ്മി. ഇത്രയും നേരമായിട്ടും നീയായിട്ട് ഇവിടെ നിന്നതാണോ,
അതോ ഇനി ഇവനായിട്ട് നിന്നെ പിടിച്ചു നിർത്തിയതാണോ? ഞാൻ വീട്ടിലേക്ക് പോകുമായിരുന്നു. അപ്പോഴാ ലക്ഷ്മിയെ കണ്ടത്. വെറുതെ ഒന്ന് സംസാരിച്ചു. ഞാൻ ഈ വഴി വരുമെന്ന് കരുതി നീ എനിക്കായിട്ട് വെയിറ്റ് ചെയ്തതാണോ ലക്ഷ്മി? പറയടി. ഇല്ല ചേട്ടാ, ഏട്ടന് ഞാനും പച്ചക്കറി വാങ്ങാൻ പോവാ. 2 മിനിറ്റിൽ വരാന്ന് പറഞ്ഞ് പോയതാ. ഇപ്പൊ എത്താറായിട്ടുണ്ടാവും. ലക്ഷ്മി, നമ്മുടെ കല്യാണം ഇനിയും ക്യാൻസൽ ആയിട്ടില്ല. ജസ്റ്റ് ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടേ ഉള്ളൂ. ആരെങ്കിലും നിന്നെ ശല്യം ചെയ്യുകയാണെങ്കിൽ നീ എന്നോട് പറയ്. ഓടിച്ചവന്റെ പല്ല് തെറിപ്പിക്കും ഞാൻ. എന്താ സാർ ഇപ്പൊ കാല് പെട്ടെന്ന് എടുത്തത്? അവരുടെ ഏട്ടം വന്ന് കാലും മാറ്റിക്കത് പേടിച്ചിട്ടാ? ഗൗതം ബൈക്കിൽ വരുന്ന ശബ്ദം കേട്ടപ്പോ നിനക്കെന്താ ധൈര്യം പൊട്ടിമുളച്ചോടാ? ലക്ഷ്മി, എന്തു പറ്റി? ഒന്നുമില്ല അളിയ. താഴെ മറിഞ്ഞു വീണ വണ്ടി ശശികുമാർ എടുക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. വീണതാണോ അതോ വീഴ്ത്തിയതോ? തെറ്റിദ്ധരിക്കില്ല അളിയ. ലക്ഷ്മി ഇവിടെ നിൽക്കുന്നത് കണ്ടിട്ട് അളിയൻ വരുന്നു എന്നുള്ളത് അറിയാതെ ലക്ഷ്മിയെ ഡ്രോപ്പ് ചെയ്യുന്ന ശശികുമാർ പറയുമായിരുന്നു. ആ സമയത്ത് ഞാൻ വരുന്നത് കണ്ട് ശശി പെട്ടെന്ന് സ്റ്റാൻഡില്ലാതെ ബൈക്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീണുപോയതാ. ഭാഗ്യം കൊണ്ടാ പുള്ളി വീഴാത്തത്. ബൈക്ക് പോലും ശരിക്കും ബാലൻസ് ചെയ്യാൻ അറിയാത്ത ഇദ്ദേഹം എങ്ങനെയാ ജീവിതം മാനേജ് ചെയ്യാൻ പോകുന്നത്? നോക്ക് ദേവാ, നിന്റെ മേലെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ തെറ്റാണെന്ന് തെളിയുന്നത് വരെ എൻ്റെ അനിയത്തിയെ നിനക്ക് കല്യാണം കഴിച്ച് തരണമെന്നുള്ളൊരു ചിന്ത പോലും എൻ്റെ മനസ്സിലുണ്ടാവില്ല. ദേവാ, അതുവരെ ഞങ്ങളുടെ പുറകെ വന്ന് നീ ശല്യം ചെയ്യരുത്. അത് ശരിയാളിയാ, ഞാനും അത് മറന്നിട്ടില്ല. ആക്ച്വലി ലക്ഷ്മിയോട് ഞാൻ വേറൊരു കാര്യം പറയാനാണ് വിചാരിച്ചത്. ലക്ഷ്മി, നമ്മുടെ കല്യാണത്തെക്കുറിച്ചല്ല, നിന്റെ ചേട്ടൻ്റെ കല്യാണത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക. നിനക്ക് വളരെ അടുപ്പമുള്ള ശിവാനിയോടൊന്ന് സംസാരിച്ച് നീ വേണം അവളെ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ. വിചാരിച്ചെങ്കിൽ എന്താ അത് പറയാതിരുന്നത്? കുറച്ചു നേരം താനൊന്നും മിണ്ടാതിരിക്കോ? ഞാൻ അതിനെക്കുറിച്ചാണ് പറയാൻ വന്നത്. അപ്പോഴേക്കും ഗൗതമളിയൻ ഇവിടെ എത്തി. നിങ്ങൾ ചെല്ല്. ഈ അടുത്തൊന്നും കല്യാണം ഉണ്ടാവില്ലെങ്കിൽ തിരികെ സ്കൂളിലൊന്ന് ജോയിൻ ചെയ്തൂടെ? കുട്ടികളൊക്കെ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ടീച്ചറിന് വേണ്ടി ഇവനൊരു സ്കൂള് തന്നെ പണിയെന്നാണല്ലോ തോന്നുന്നത്. നമ്മുടെ ലക്ഷ്മിക്ക് ഒരുപാട് ഫാൻസ് ആണല്ലോ. നോക്ക്, മനസ്സിൽ കളങ്കമില്ലാത്തവരെ എല്ലാവരും അംഗീകരിക്കും. അങ്ങനെ അല്ലാത്തവരെ സംശയ കണ്ണോടുകൂടി എല്ലാവരും കാണും. ലക്ഷ്മി, നീ വണ്ടിയിലോട്ട് കയറ്. ഇതെടുത്ത് വണ്ടിയിലോട്ട് കയറിക്കാം. ഹായ്.
ചേട്ടാ ആ ഇവളെന്തൊരു മയോ ഇല്ലാതെ ഇങ്ങനെ വരുന്നേ, കണ്ടിട്ട് പേടിയാവുന്നു. ഓ എൻ്റെ അമ്മേ. എന്താ ചേട്ടാ, മുറപ്പെണ്ണിനെ സാധാരണ കളിയാക്കാറുണ്ട്, എന്തിനാ കല്ലെടുത്തെറിയുന്നേ? വൈകുന്നേരം മുതൽ ഞാനിവിടെ കാത്തിരിക്കുക, നീ പുറത്തിറങ്ങി വരുമോന്നറിയാൻ. അയ്യോ ചേട്ടാ, എന്നെ കാണാൻ വേണ്ടിയോ? എന്താ നിന്നെ എനിക്ക് കണ്ടൂടെ? ഞാൻ നന്നായിട്ടല്ലേ ഇരിക്കുന്നേ, നോക്കി നല്ല ആരോഗ്യത്തോടെ ഇല്ലേ? ഓ, നീ ഇങ്ങനെയാണോ മനസ്സിലാക്കിയേ? എന്താന്ന് വെച്ചാ ഒന്ന് വേഗം പറ ചേട്ടാ, എന്റെ ഏട്ടനെങ്ങാനും കണ്ട നിങ്ങളെ കള്ളനെന്ന് വെച്ച് രണ്ടെണ്ണം തരും. കൃഷ്ണൻ വന്നിരിക്കുന്നു പറഞ്ഞൂടെ? ആ, അത് പിന്നെ കുറച്ചുകൂടെ നന്നായിരിക്കും. നിങ്ങൾ കൃഷ്ണനാണെന്ന് പറഞ്ഞാലും എന്റെ അനിയത്തി അതിന് ഗോപിക്കല്ലടാന്ന് പറഞ്ഞ് അതിനും ചേർത്ത് 2 അടി കൂടുതൽ തന്നെന്ന് വരും. എന്തിനാ ഇങ്ങനെ ഇരുട്ട് തോന്നി നിൽക്കുന്നേ? എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞേ? ഒന്ന് വേഗം പറ. ഗൗതമേട്ടൻ എന്റെ ചേട്ടന്റെ കല്യാണം ഇത്ര പെട്ടെന്ന് മുടക്കിയതിൽ എനിക്ക് വളരെയധികം വിഷമമുണ്ട് ഗൗരി. നിർത്തിയതല്ല, അത് കുറച്ച് നീട്ടി വെച്ചിരിക്കുന്നതാ. ദേവേട്ടൻ എന്റെ ചേച്ചിയെ ഇഷ്ടമെന്ന് പറഞ്ഞു, പക്ഷെ വേറൊരു പെണ്ണിനെ സ്നേഹിച്ച് ചതിച്ചു എന്നും പറയുന്നു. അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ? അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും. സത്യമല്ലെങ്കിൽ അത് സന്തോഷമാണ്. എങ്കിൽ ആരുടെ എതിർപ്പില്ലാതെ കല്യാണം സുഖമായിട്ട് നടക്കും. പക്ഷെ അത് തെളിയിക്കണമല്ലോ. ശരി, പക്ഷെ അത് പറയാൻ ഇങ്ങോട്ട് വന്നേ? അതിനൊന്നും അല്ല ഗൗരി, നിന്റെ ചേച്ചിയുടെ കല്യാണം മുടങ്ങിയത് കൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം അകന്നു പോകുന്നുള്ള ഒരു പേടി എനിക്കുണ്ട്. പിരിഞ്ഞാലങ്ങ് പിരിയട്ടെ, നല്ലത് നടന്ന ഒരു കുടുംബമായിട്ടിരിക്കാം, ഇല്ലെങ്കിൽ എല്ലാവർക്കും അവരവരുടെ വഴി. അത് ആരെങ്ങനെ വിചാരിച്ചാലും കുഴപ്പമില്ല, പക്ഷേ നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് കൂടുതൽ വിഷമം തോന്നുന്നു. ഗൗരി ചേച്ചി, ഗൗരി ചേച്ചി. അയ്യോ ചേട്ടാ, എന്റെ അനിയത്തി വരുന്നുണ്ട്. അവളെങ്ങാനും കണ്ടാ വലിയ പ്രശ്നമാവും. വേഗം പോകാൻ നോക്കേട്ടാ, ഇനി ഇങ്ങനെ രാത്രി വന്നേക്കരുത്. പോയേ പോയേ. ശരി ശരി. കാണുന്നില്ലല്ലോ, എവിടെ ഉണ്ടായിരുന്ന ചേച്ചി? അവിടെ പോയി. പൊയ്ക്കോ ഏട്ടാ, വേഗം പോ. ശരി ശരി, ബൈ ബൈ ബൈ. എന്താ ദുർഗേ? ചേച്ചി അവിടെ എന്താ ചെയ്യുന്നേ? ദേ പാത്രം തേക്കായിരുന്നു. പാത്രങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് ഒരു തട്ട് മാത്രം എടുത്ത് അവിടെ നിന്ന് തേച്ചോണ്ടിരിക്കുവാണോ? അത് വേറൊന്നുമല്ല, ഇതില് എണ്ണ ഒഴുക്ക് ഭയങ്കര കൂടുതലായിരുന്നു. കളിമണ്ണ് തേച്ച അത് പോയില്ലെന്ന് കരുതിയിട്ടാ, അതാ തേച്ചോണ്ടിരിക്ക. നല്ല കാര്യം തന്നെ. ഞങ്ങളുടെ കയ്യിലൊക്കെ ഇനി എണ്ണമയം ഉണ്ടെങ്കിൽ കളിമണ്ണെടുത്ത് തേച്ചരച്ച് കഴുകാൻ പറയുമായിരിക്കും അല്ലേ? ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്നേ. ദേഹത്തൊക്കെ തേച്ചിട്ട് വെയിലത്ത് പോയി കിടക്കും. വിദേശ രാജ്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, നീ ടിവിയിൽ കണ്ടിട്ടില്ലേ? അവിടെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇവിടെ ഞാൻ കാണുന്നത് ഒരു വ്യത്യസ്ത രീതിയിലാണ്. ഇനി ഇരുട്ടിൽ അങ്ങോട്ട് പോകരുത് കേട്ടോ. അതെന്താ? നമ്മൾ പ്രായമുള്ള പെൺകുട്ടികളല്ലേ. ഇതും അതിന്റെ കൂടെ കഴുകിയിട്ട് പെട്ടെന്ന് അകത്തേക്ക് വാ. എന്തോ എന്റെ ചേച്ചിയെ പോലെയാണല്ലോ ഇപ്പൊ ഇവളുടെ സംസാരം. ആരെ സൂക്ഷിച്ചില്ലേലും ഇവള് ശരിക്കും സൂക്ഷിക്കണം. ശിവാനിയുടെ ഭാഗത്ത് സത്യമുണ്ട്. ഇതേതോ ആൾ മാറാട്ടമാണെന്ന് വിശ്വസിച്ച് ധൃതി പിടിച്ച് എന്റെ സഹോദരിയെ ഈ വീട്ടിലോട്ട് കെട്ടിച്ചു വിട്ടിട്ട് അതോർത്ത് വിഷമിക്കാൻ എനിക്കും പറ്റില്ല. അതിന്റെ പേരിൽ അവളെ കരയിപ്പിക്കാനും വയ്യ. നിങ്ങളുടെ പേരക്കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാവം പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് പറയും. കുറച്ച് നാളത്തേക്ക് ലക്ഷ്മിയുടെയും ദേവരാജിന്റെയും കല്യാണം നടത്തണമെന്നുള്ള കാര്യവും പറഞ്ഞ് ആരും മുന്നോട്ട് വരണ്ട. കഴിച്ചു കഴിഞ്ഞിട്ട് അച്ഛൻ വരാന്തരല്ലേ നടക്കുന്നത്? ഇതെന്താ ഇന്ന് വീട്ടിനകത്ത് നടക്കുന്നത്? പുറത്ത് നല്ല തണുപ്പുണ്ടോ? ഞാൻ ഐസ് കട്ടയുടെ മുകളിലിരുന്നാലും എൻ്റെ മനസ്സിലെരിയുന്ന തീയ്
ആ ഗൗതമിനെ ഇല്ലാതാക്കുന്നത് വരെ അത് കത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. പൊതുവെ പെൺകുട്ടികളുള്ള വീട്ടുകാരെ പേടിച്ചിരിക്കെ എടുത്തു ചാടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ ഗൗതം ഭയങ്കര ധൈര്യമായിട്ടിരിക്കുക. അച്ഛന് മാത്രമേ പേടിയുണ്ടാവൂ, ചേട്ടനുണ്ടാവില്ലടാ.